നാളത്തെ അരങ്ങേറ്റത്തിൽ എന്റെ മോളൊരു രാജകുമാരി പോലിരിക്കും. അച്ഛനായിരിക്കും അമ്മേ. ആയിരിക്കും. ആരാ? എന്താ? വിശ്വനാഥ് സാറിന് ഒരു അപകടം പറ്റി. പ്രസ്സിൽ നിന്ന് രാമേന്ദ്ര സാറിന്റെ കൂടെ സ്കൂട്ടറിൽ വരുമ്പോ ഒരു ലോറി രാമേന്ദ്ര സാർ മരിച്ചു. സാറിന് അല്പം കൂടുതലാ, വേഗം വേണം. അവിടെ കിടത്തിയിരിക്കുക. അദ്ദേഹം എവിടെ? അദ്ദേഹം വരും. പക്ഷെ അതിനു മുമ്പ് ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കത്തി നിന്ന മൊറൈസിനെ ജനങ്ങൾ ആട്ടുകയും തുപ്പുകയും ചെയ്യുന്ന കരിക്കോലമാക്കി മാറ്റാൻ നിന്റെ മറ്റവന് ഒരു തുള്ളി മഷി മതിയായിരുന്നു. അവൻ എന്റെ തോലുരിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട മാനം അവൻ എന്തിനാ? നീ സുന്ദരിയാ, നിന്റെ മോളും. അയ്യോ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. നിന്റെ കെട്ടിയോന്റെ ഭാഷയില് ഞാനൊരു പെണ്ണുപിടിയനാ. പിഴിഞ്ഞ് ചാറെടുക്കാനല്ല, തല്ലിക്കൊഴിക്കാൻ എനിക്കിഷ്ടം. നാളത്തെ പത്രത്തില് ഞാനൊരു തലക്കെട്ട് കൊടുക്കും. ആദർശധീർനായ പത്രപ്രവർത്തകൻ വിശ്വനാഥന്റെ ഭാര്യയും മകളും അല്ല, ഞാൻ കൊടുത്തോളാം. കൊല്ലരുത്. That's it. വരൂ. സത്യം പറഞ്ഞതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മാധവിയുടെയും ഒന്നും അറിയാത്ത എന്റെ പൊന്നുമോളുടെയും ജീവിതമായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല സാർ. സോറി മിസ്റ്റർ വിശ്വനാഥൻ, എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കടമ ചെയ്തു. എനിക്കതിൽ ദുഃഖമുണ്ട്. കോൺസ്റ്റബിൾ, നമുക്ക് വീട്ടിൽ പോവാച്ച. എനിക്ക് പേടിയാവുന്നു. പോകാം മോളെ, പോകാം. ആരും വരാത്ത എങ്ങോട്ടെങ്കിലും പോകാം. ഇനി എന്തായാലും ഞാൻ എന്റെ മോളെ ഡാൻസ് ക്ലാസ്സിന് അയക്കില്ല, അത് തീർച്ച. ഓ, എന്നാലും ഭയങ്കരം തന്നെ.
മൊറൈസ്, കണക്ക് തീർക്കാൻ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ സദാചാരത്തിന്റെ ആഴമളന്ന നിന്റെ പേന കൊണ്ട് നിന്റെ ഭാര്യയും മകളെയും കുറിച്ച് തെറിക്കഥ എഴുതി വിറ്റ് കാശാക്കടാ. ദ്രോഹി, നീ എന്റെ കുടുംബം നശിപ്പിച്ചു. കൊല്ലും ഞാൻ നിന്നെ. എന്നെ കൊല്ലാനുള്ള നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ പാവം എസ്ഐയെ നീ കൊല്ലണ്ടായിരുന്നു. അയാളെന്ന് തെറ്റ് ചെയ്തു. ഗസ്റ്റ് ഹൗസിൽ അവിഹിത ബന്ധത്തിനെത്തിയ നിന്റെ ഭാര്യയും മകളെ അറസ്റ്റ് ചെയ്ത് അയാൾ കടമ നിർവഹിച്ചു. മൊറൈസ്, പാവം ദേ ചത്ത് കിടക്കുന്നത് കണ്ടില്ലേ? മതിയമ്മേ. കുറച്ചുകൂടി കഴിക്കുമോനെ. അച്ഛൻ വരാൻ താമസിക്കും. മോനെ ടോർച്ച് കടയിൽ കൊടുത്തിട്ട് വാ. ഞാൻ അച്ഛന്റെ കൂടെ വന്നാ മതിയമ്മേ? മതി മോനെ. അനിയ, അനിയൻ ഇത് ഒത്തിരി ഇഷ്ടമാണോ? ചേച്ചി വെച്ചോ, അച്ഛൻ എനിക്ക് വേറെ വാങ്ങി തരും. വേണ്ട അനിയ, ചേച്ചി ഒത്തിരി അങ്ങ് വളർന്നു പോയി. ഇനി ഇത് മോൻ വെച്ചോ. അമ്മേ